നമസ്കാരം. മുതിർന്ന ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനിയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് 96 വയസ്സുകാരനായ അദ്വാനിയെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുതിർന്ന ബി.ജെ.പി. നേതാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അദ്ദേഹം നിലവിൽ നിരീക്ഷണത്തിലാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ വിനീത് സൂര്യയുടെ കീഴിലാണ് എൽ.കെ. അദ്വാനി ഇപ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എൽ.കെ. അദ്വാനിയെ ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ചിരുന്നു. അദ്വാനിക്ക് ഈ വർഷം രാജ്യം പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായ കാലയളവിൽ അദ്ദേഹം ഉപപ്രധാനമന്ത്രിയുടെ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 3 തവണ ബി.ജെ.പി. ദേശീയ അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എൽ.കെ. അദ്വാനി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലാൽ കൃഷ്ണചന്ദ് അദ്വാനി ഇന്ത്യൻ രാഷ്ട്രത്തിൽ പ്രധാന നേതാക്കളിൽ ഒരാളാണ്. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച അദ്വാനി ഇന്ത്യയിൽ ബി.ജെ.പിയെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അയോധ്യയിൽ ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി എൽ.കെ. അദ്വാനി 1990 നടത്തിയ രഥയാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ കീഴ്മേൽ മറിച്ച സംഭവമായിരുന്നു. ബി.ജെ.പി. ദേശീയ അധ്യക്ഷനായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായും തിളങ്ങിയ വ്യക്തിയാണ് അദ്വാനി. 1986 എൽ.കെ. അദ്വാനി ബി.ജെ.പി. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 1999 മുതൽ 2004 വരെ അദ്വാനി ആഭ്യന്തരമന്ത്രിയായിരുന്നു. 2002 മുതൽ 2004 വരെ ഉപപ്രധാനമന്ത്രിയായി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 2004 മുതൽ 2009 വരെ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. 1998 മുതൽ 2004 വരെ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയായിരുന്ന അദ്ദേഹം ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നു. 2009 പൊതു തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹം. അദ്വാനി കറാച്ചിയിൽ ജനിച്ച് ഇന്ത്യ വിഭജന സമയത്ത് ഇന്ത്യയിലേക്ക് കുടിയേറി ബോംബെയിൽ സ്ഥിര താമസമാക്കി അവിടെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1941 14-ാമത്തെ വയസ്സിൽ RSSൽ ചേർന്ന അദ്വാനി രാജസ്ഥാനിൽ പ്രചാരകനായി പ്രവർത്തിച്ചു. 1951 അദ്വാനി ശ്യാമപ്രസാദ് മുഖർജി സ്ഥാപിച്ച ഭാരതീയ ജനസംഘത്തിൽ അംഗമായി. പാർലമെന്ററി കാര്യങ്ങളുടെ ചുമതല, ജനറൽ സെക്രട്ടറി, ഡൽഹി ഘടകത്തിന്റെ പ്രസിഡന്റ് തുടങ്ങിയ വിവിധ വേഷങ്ങളിൽ അദ്വാനി പ്രവർത്തിച്ചിട്ടുണ്ട്.